ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയിരിക്കുന്നത് 22,475 നമ്മളൊരു സി പൊസിഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ എൻട്രി ചെയ്യും. 22,500 ആണ് നമ്മൾ എൻട്രി ചെയ്തേക്കുന്നത്. 139 നമ്മുടെ എൻട്രി പ്രൈസ്. ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ തൊട്ട് മുകളിൽ 22,500 എന്ന് പറയുന്നത് വലിയൊരു റെസിസ്റ്റൻസ് ആണ്. പിന്നെ നമ്മുടെ പ്രീവിയസ് ഡേ വി വാപ്പും അവിടെ തന്നെ 22,500 തന്നെയാണ്. അപ്പോൾ 22,500 ക്രോസ് എന്തായാലും മാർക്കറ്റ് ക്രോസ് ചെയ്യും. മാർക്കറ്റ് എന്തായാലും അപ്പ് മൂവ് ഡെഫിനറ്റ് ആണ്. മാർക്കറ്റിൽ അപ്പ് മൂവ് എന്തായാലും ഉണ്ടാവും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ 22,500 ക്രോസ് ചെയ്ത് അവിടെ ഒരു നല്ല ഗ്രീൻ ക്യാനിൽ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ട്രേഡ് എൻട്രി ചെയ്യുന്നതാണ് എപ്പോഴും സേഫായിട്ടുള്ളത്. കാരണം CPR കഴിയുകയും ചെയ്യും. പക്ഷേ ഇതിൽ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഈ 22,500 ക്രോസ് ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നാൽ ചിലപ്പോൾ 2500 ക്രോസ് ചെയ്യുമ്പോൾ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് വലിയൊരു അപ്പ് മൂവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ 2500 വന്ന് മാർക്കറ്റ് ഹോവർ ചെയ്യും. അവിടെ ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യും. ബയേഴ്സ് എല്ലാം ആയി കഴിയുമ്പം മാർക്കറ്റ് ഒരു ഡൗൺ മൂവ് കൊണ്ടുവരും. ഈ ബയേഴ്സിൻ്റെ SL എടുക്കും. അതിനുശേഷം മാർക്കറ്റ് നമ്മുടെ ഈ ഗ്രീൻ ലൈൻ, മുകളിലത്തെ ആ ഗ്രീൻ ലൈൻ വരെ, ഗ്രീൻ ഡോട്ട്സ് വരെ എന്തായാലും മാർക്കറ്റ് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ ഫ്യൂച്ചറിലാണെങ്കിൽ നമുക്ക് സ്പേസ് ഉണ്ട്. ഈ ഒരു R1 വരെയാണ് ഞാനൊരു ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യണത്. നമ്മൾ ഈ 139 എടുത്ത എൻട്രി ഒരു 159 ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തുടങ്ങാമെന്നാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. കാരണം ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ല. പക്ഷേ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഒരു 129, 125 ആ റേഞ്ചിൽ നമ്മുടെ ഇത് താഴത്തോട്ട് വരികയാണെങ്കിൽ ഞാനത് ഡെഫിനറ്റ്ലി ഇത് എക്സിറ്റ് ചെയ്യും. ഈ ട്രേഡ് ഒരു മാക്സിമം ഒരു 10 to 15 പോയിൻറ്റ്സ് മാക്സിമം ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ് ഞാൻ കൊടുക്കുകയുള്ളൂ. അല്ല, നമ്മൾ പ്രോഫിറ്റിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് തുടങ്ങിയാൽ ഇപ്പോൾ ഡെഫിനറ്റ്ലി വി ആർ ഇൻ പ്രോഫിറ്റ്. നമ്മൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് തന്നെയാണ്. നമ്മൾ മാർക്കറ്റ് പ്രോഫിറ്റോട്ട് മൂവ് ചെയ്താൽ നമ്മൾ SL ട്രെയിൽ ചെയ്ത് നമ്മുടെ കോസ്റ്റിൽ വയ്ക്കും. അല്ല, കുറച്ചും കൂടി മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ചെറിയ പ്രോഫിറ്റിലെങ്കിലും നമ്മൾ എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി കഴിവ് നമ്മൾ ഈ ഒരു ട്രേഡ് ഗ്രീനിൽ തന്നെ എക്സിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുള്ളൂ. നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ 22,500 വന്നിട്ട് ഹോവർ 22,500 ഇതുവരെ ബ്രേക്ക് ചെയ്ത് ഡിസിസീവായിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടില്ല. വന്നാലാണ് നമുക്കൊരു കോൺഫിഡൻസ് വരുള്ളൂ. അതുവരെ മാർക്കറ്റിൽ റിസ്ക് ഉണ്ട് എന്തായാലും. ഇപ്പം നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ് വന്നേക്കുന്നത്. നമ്മുടെ സി ട്രേഡ് നമ്മൾ ഉദ്ദേശിച്ച ഇനീഷ്യൽ ടാർഗറ്റ് എത്തി. പക്ഷേ അത് ഈ 156, 158 ആ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. 159 അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാനെന്തായാലും ഒരു പാർഷ്യൽ ക്വാണ്ടിറ്റി പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നോർമലി അങ്ങനെയാണ്. കാരണം നമ്മുടെ റിസ്ക് നമുക്കൊന്ന് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഗ്രീൻ ലൈൻ വരെയാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. 22,500 ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ട്. ഇവിടെ കുഴപ്പം എന്താ വെച്ചാൽ ഇത് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ മാർക്കറ്റിലെ ബയേഴ്സ് കണ്ടമാനം വന്ന് അക്യുമുലേറ്റ് ആവും. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ബൈ ചെയ്യും. ബൈയും കണ്ടമാനം ക്വാണ്ടിറ്റി സ്റ്റാർട്ട് ചെയ്താലും മാർക്കറ്റ് ഡെഫിനറ്റ്ലി അവരുടെ SL എടുക്കാനായിട്ടൊരു ഡൗൺ മൂവ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഡെഫിനറ്റ്ലി മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ നമുക്കൊരു ചെറിയൊരു അപ്പ് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും മുകളിൽ നമ്മൾ എത്തുകയും ചെയ്യും. നമുക്കത് എക്സിറ്റ് ചെയ്യുകയും ചെയ്യാം. അത് ക്രോസ് ചെയ്യണം. ഇത് ഡിസിസീവായിട്ട് റെഡ് ക്യാൻഡിൽ താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യും. ഇനി നമ്മുടെ ട്രേഡ് എന്തായാലും നമ്മൾ ഗ്രീനിൽ തന്നെ ആയിരിക്കും ഈ ട്രേഡ് നമുക്ക് എക്സിറ്റ് ആവുക. നമ്മൾ നല്ലൊരു വലിയ സ്റ്റോപ്പ് ലോസൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ
നമുക്ക് ഇത് ഹോൾഡ് ചെയ്യാവുന്നുള്ളൂ. നമ്മൾ നല്ല പൊസിഷനിലാണ് എൻ്റർ ചെയ്തേക്കുന്നത്. ഹോൾഡ് ചെയ്ത് നമുക്ക് നല്ല പോയിൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാം. പക്ഷേ നമ്മൾ സ്കാൽപ്പിംഗ് മോഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അത്രയും വലിയ പോയിൻറ്റ്സ് നമ്മൾ ടാർഗറ്റ് ചെയ്യാറില്ല. നമ്മൾ മേജർ ക്വാണ്ടിറ്റീസ് നമ്മൾ എക്സിറ്റ് ചെയ്തു കേട്ടോ ഈ ട്രേഡിൽ. ഇനി ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ നമ്മുടെ അടുത്ത് ബാക്കിയുള്ളൂ. അത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ പെട്ടെന്ന് ഡൗൺ മൂവ് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഓപ്പണിംഗ് പ്രൈസ് ഒന്ന് റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് മാർക്കറ്റിൽ. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കര ലോസ് വരും. അതുകൊണ്ടാണ് അത് മേജർ ക്വാണ്ടിറ്റീസ് എക്സിറ്റ് ചെയ്ത് നമ്മൾ പ്രതീക്ഷ ടാർഗറ്റ് എത്തിയില്ല. പക്ഷേ എന്നാലും നമ്മൾ 159, 156, 153 ആ റേഞ്ചിലൊക്കെ തന്നെ നമ്മുടെ ക്വാണ്ടിറ്റീസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, നോക്കാം. അത് നമ്മൾ ഇനി ഒരു 140 താഴെ വരികയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് അതിലും കിട്ടും. ഈ ക്യാനിൽ നമുക്ക് നോക്കാം. ഈ ക്യാനിൽ മുകളിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്പ് മൂവ് കിട്ടും. നമ്മൾ പ്രതീക്ഷയേക്കാളും വലിയ ടാർഗറ്റ് നമുക്ക് കിട്ടും. കാരണം താഴെ 20 EMI ഒക്കെ ഒന്ന് 20 EMI ഓപ്പണിംഗ് ഡേ ഓപ്പണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ പ്രീവിയസ് ഡേ ക്ലോസ് ഉണ്ട്. അവിടെ ഒരു മാർക്കറ്റ് ഒന്ന് വരാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് പിന്നെ എല്ലാവരുടെ ബയേഴ്സിൽ എസ് എൽ എടുത്തതിന് ശേഷം ആദ്യം വരുന്നുണ്ട് താഴത്തോട്ട്. എടുത്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകും. നമ്മൾ ട്രെയിനിങ് എസ് എൽ ഹിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ക്വാണ്ടിറ്റീസൊക്കെ നമ്മൾ എക്സിറ്റ് ചെയ്തു. നമ്മൾ ക്ലോസ് ടു 7,000 നമ്മൾ എക്സിറ്റ് ചെയ്തു. നമ്മൾ 8,000 പ്ലസ്സൊക്കെ നമ്മുടെ ട്രേഡ് പോയതാണ്. നമ്മളത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്ത പോലെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇനി മറിൽ ക്വിക്ക് ഡൗൺ മൂവ് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്കൊരു പി സൈഡ് ട്രേഡ് വേണമെങ്കിലും എടുക്കാമായിരുന്നു. ഇനിയും നിഫ്റ്റിയിൽ പറ്റില്ല. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ക്വിക്ക് ട്രേഡ് കിട്ടുമോ നോക്കാം. ഒരു പി സൈഡ് ട്രേഡ്, ചെറിയൊരു ട്രേഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി എടുത്തിട്ട് ഈ ഡേ നമ്മൾ ക്ലോസ് ചെയ്യും. ശരിക്കും പി സൈഡ് ട്രേഡ് ഇപ്പോൾ എടുക്കാതിരിക്കും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിഫ്റ്റി സി റീ എൻട്രിക്കുള്ള പോസ്റ്റാണ് നിൽക്കുന്നത്. നമുക്കൊരു ക്വിക്ക് പി ട്രേഡ് ബാങ്ക് നിഫ്റ്റി എടുക്കാമെന്നുള്ളത്. നിഫ്റ്റി ഇത്രയും താഴത്തോട്ട് പോകുന്ന സ്ഥിതിക്ക് ബാങ്ക് നിഫ്റ്റി ചെറിയ ഡൗൺ മൂവ് നമുക്ക് കിട്ടും. അത്യാവശ്യം പോയിൻ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അധികം ക്വാണ്ടിറ്റിയും ഒന്നും എടുക്കത്തില്ല. ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയൊരു ട്രേഡ് എടുത്ത് നമുക്ക് ഇന്നത്തെ ഡേ നമുക്ക് ക്ലോസ് ചെയ്യാം. ബയേഴ്സിനെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ ഓവർ ട്രേഡ് ചെയ്യാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ചെറിയ പ്രോഫിറ്റ് ആണെങ്കിൽ അത് ബുക്ക് ചെയ്തിട്ട് നമ്മൾ സേഫ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. മൾട്ടിപ്പിൾ ട്രേഡ്സ്, വെറുതെ റാൻഡം ട്രേഡ്സ് എടുക്കാതിരിക്കുക. ഇതൊക്കെയാണ് ബയേഴ്സിൻ്റെ സക്സസ് ഡിസൈഡ് ചെയ്യുന്നൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ 200 EMI സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, 20 EMI സപ്പോർട്ട് എടുത്തിട്ടുണ്ട്.
ഇവിടെ ശരിക്കും പറയാൻ നമ്മളൊരു നിഫ്റ്റിയിൽ സി ട്രേഡാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെ കുറച്ച് ഡൗൺ മൂവിലുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയൊരു ട്രേഡ് എടുത്തത്. നമുക്ക് നോക്കാം. കാരണം നിഫ്റ്റിയിൽ നല്ല ഡൗൺ മൂവ് തന്നെയാണ് കാണിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ 48,600 PE ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കി 75 ക്വാണ്ടിറ്റീസേ ഉള്ളൂ. ചെറിയൊരു ട്രേഡാണ് ഞാൻ എടുത്തത്. 228 ആയിരുന്നു അതിൻ്റെ എൻട്രി. 238, 239, 240, 243, 248, 249. ഞാൻ ആ ട്രേഡ് ക്ലോസ് ചെയ്തു. നമ്മൾ 8,500 പ്രോഫിറ്റ്, ഓവറോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്.